Hi students, what's up? How are you? Do you hear about a big science challenges that are conducted by Brilliant? Brilliant conduct ചെയ്യുന്ന ഒരു biggest science challenge കുറിച്ച് നിങ്ങൾ കേട്ടായിരുന്നോ? Yes, BSO, Brilliant Science Olympiad. അതിൻ്റെ രജിസ്ട്രേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് ഈ ഒളിമ്പ്യാഡ്സിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് എന്ന് അറിയാമോ? ഇപ്പോൾ നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ ഫ്യൂച്ചറിൽ എഴുതാൻ പോകുന്ന കുട്ടികളല്ലേ, എക്സാമ്പിൾ ജെയും നീറ്റും ഒക്കെ എഴുതാൻ പോകുന്ന കുട്ടികളല്ലേ, അപ്പോൾ അതിന് വേണ്ടി ഒരു ഫൗണ്ടേഷൻസ് ബിൽഡപ്പ് ചെയ്യുക, അല്ല ഒരു എക്സ്പീരിയൻസ്ഡ് ആക്കുക. അതിനൊക്കെ വേണ്ടിയാണ് ആക്ച്വലി നമ്മൾ ബ്രില്യൻറ്റ് സയൻസ് ഒളിമ്പ്യാഡ്. അതുപോലെ തന്നെ വി ക്യാൻ ഇവാലുവേറ്റ് അവർ ലെവൽ ഓൾസോ. നമുക്ക് നമ്മുടെ ലെവൽ ഇവാലുവേറ്റ് ചെയ്യാനും ഇതുപോലുള്ള എക്സാം വഴി സാധിക്കും. ഓക്കെ ആണല്ലോ? സോ അപ്പം ഒരു ഒളിമ്പ്യാഡ് എക്സാം എഴുതുമ്പോഴത്തേക്കും, ഒളിമ്പ്യാഡ് എക്സാം അല്ല, ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസും നമ്മൾ എഴുതുന്നതിന് മുന്നേ വി ഹാവ് ടു അനാലിസിസ് ഇറ്റ്സ് സിലബസ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആദ്യം സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സിലബസ് അനാലിസിസേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ടുഡേ ഐ ആം ഹിയർ ടു ഡിസ്കസ് ദ കെമിസ്ട്രി സിലബസ് ഓഫ് BSO ബ്രില്യൻറ്റ് സയൻസ് ഒളിമ്പ്യാഡിൻ്റെ കെമിസ്ട്രി സിലബസ് അനാലിസിസ് ചെയ്യാനാണ് മിസ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്താലോ? ദീസ് ആർ ദ ടോപ്പിക് വി ഹാവ് ടു കവേർഡ്. ഓക്കെ, first one is element and compounds, acids, base and salt, physical and chemical changes, water, and fiber to fabric. Okay, these are the five topics or 5 chapters we have to cover in this Brilliant Science Olympiad for chemistry. And detail ആയിട്ട് നമുക്ക് നോക്കിയാലോ? Elements and compounds. എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് മാറ്റർ കാറ്റഗറിയിൽ വരുന്നതാണ്. വി ഹാവ് ടു സ്റ്റഡി ദി ഡെഫിനിഷൻ ഓഫ് ദിസ് എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പഠിക്കണം. ഓക്കെ, ഡെഫിനിഷൻ മാത്രമല്ല, അവരുടെ പ്രോപ്പർട്ടീസ് പഠിക്കണം. പിന്നെ എക്സാമ്പിൾസ്, എലമെൻറ്റ്സിൻ്റെ എക്സാമ്പിൾസ് എന്താ, കോമ്പൗണ്ട്സിൻ്റെ എക്സാമ്പിൾസ് എന്താ. ആക്ച്വലി ഇവർ പ്യുവർ സബ്സ്റ്റൻസ് കാറ്റഗറീസിൽ വരുന്നതാണ് കേട്ടോ. മാറ്ററിനെ നമ്മൾ മിക്സ്ചറും പ്യുവർ സബ്സ്റ്റൻസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് പ്യുവർ സബ്സ്റ്റൻസിൻ്റെ കാറ്റഗറീസിൽ വരുന്നതാണ് ഈ എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. അവരുടെ എക്സാമ്പിൾസ് പഠിക്കണം. അവരെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അല്ലേ? നമുക്ക് അവരെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല, എലമെൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എലമെൻസിനെ എങ്ങനെയാണ് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്? എലമെൻസിനെയൊക്കെ നമുക്ക് എണ്ണയായിട്ടൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? എലമെൻസിനെ നമുക്ക് അല്ലേ FA പോലെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കോമ്പൗണ്ട്സിനെയും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലേ? കെമിക്കൽ ഇക്വേഷൻസ് ഒക്കെ വഴി നമുക്ക് കോമ്പൗണ്ട്സിനെ റെപ്രസെൻറ്റ് ചെയ്യാം. H2O അല്ലേ, അല്ലെങ്കിൽ CaCO3. ഓൾ ദീസ് ആർ വാട്ട്? കോമ്പൗണ്ട്സ്. ഇങ്ങനെ നമുക്ക് കോമ്പൗണ്ട്സിനെയും നമുക്ക് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ എങ്ങനെയാണ് അവരെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ആൻഡ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്? എലമെൻറ്റ്സിൻ്റെയും കോമ്പൗണ്ട്സിൻ്റെയും ഡിഫറൻസ് എന്താണ്? ഓക്കെ, ഇതൊക്കെ എന്ത് ചെയ്യാം? ഈ ചാപ്റ്ററിൽ നിങ്ങൾ കവറപ്പ് ചെയ്തോളണം. ഓക്കെ, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്? റെപ്രസെൻറ്റേഷൻ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കെമിക്കൽ ഫോർമുലാസിൻ്റെയൊക്കെ റെപ്രസെൻറ്റേഷൻസ് പഠിച്ചിട്ടുണ്ടാവണം. എക്സാമ്പിൾസ് ആൻഡ് എക്സാമ്പിൾസ്. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ ഈസ് ആസിഡ്, ബേസ് ആൻഡ് സോൾട്ട്. ആസിഡ്സ്, ബേസ് ആൻഡ് സോൾട്ട്സ്. ദിസ് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. ഇവിടെ നമ്മൾ ആസിഡ്സിൻ്റെയും ബേസിലെയും ഇൻഡിക്കേറ്റേഴ്സ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻഡിക്കേറ്റേഴ്സ് ചോദിക്കും. ഇൻഡിക്കേറ്റേഴ്സ് 3 തരത്തിലുണ്ട്. നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ്, ഒളിഫാക്ടറി ഇൻഡിക്കേറ്റേഴ്സ്. നാച്ചുറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗെറ്റ് ഇറ്റ് ഫ്രം ദിസ് നേച്ചർ ഇറ്റ് സെൽഫ്. ഒളിഫാക്ടറി ഓർഡർ അനുസരിച്ച്. ആൻഡ് സിന്തറ്റിക് എന്താണ് ഇൻഡിക്കേറ്റേഴ്സ്. നെക്സ്റ്റ് ഈസ് ആസിഡ് ആൻഡ് ബേസ് ഇൻ ലബോറട്ടറീസിൽ അവരെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ആക്ച്വലി ഇവിടെ നമ്മൾ സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വെച്ച് അവരെ നമ്മൾ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ആ കളർ ചേഞ്ചസ് എന്തൊക്കെയാണ്? അതൊക്കെയാണ് കേട്ടോ ഈ ആസിഡ് ആൻഡ് ബേസ് ഇൻ ലബോറട്ടറീസിൽ നമ്മൾ പഠിക്കുന്നത്. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. ആസിഡ്സിൻ്റെയും ബേസിൻ്റെയും പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അല്ലേ? അവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ അല്ലേ? വൺ ഹാവ് സോർ ടേസ്റ്റ്, വൺ ഹാവ് ബിറ്റർ ടേസ്റ്റ്, ലൈക്ക് ദാറ്റ്. ചിലർ ഭയങ്കര സ്ലൈമി ആയിരിക്കും, ലൈക്ക് ദാറ്റ്. അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഇല്ലേ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന, അവർ രണ്ടുപേരും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? അത് പഠിച്ചിട്ടുണ്ടാവണം. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ്. വാട്ട് ഈസ് എ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ? ആസിഡും ബേസിഡും അല്ലേ റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസ്. ആ റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ടാവണം. ആപ്ലിക്കേഷൻസ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആപ്ലിക്കേഷൻസ് ഇൻ ഡേ ടു ഡേ ലൈഫ്. അതായത് ഇപ്പോൾ സോയിലിൽ നമ്മൾ എങ്ങനെയാണ് ഇവർ അപ്ലൈ ചെയ്യണത്? നമ്മുടെ ഡൈജഷൻ അല്ലേ, ഡൈജഷന് നമ്മളൊരു ആസിഡ് യൂസ് ചെയ്യൂലേ, ആ ആസിഡിൻ്റെ ക്വാണ്ടിറ്റി കൂടുമ്പോൾ നമുക്ക് ആസിഡിറ്റി ഉണ്ടാകും. അതിനെങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? പിന്നെ സോളിഡ്സിൽ pH ലെവൽ എങ്ങനെയാണ് കുറയുകയും കൂടുകയും ചെയ്യുന്നത്? ആ കൺസെപ്റ്റ്സ് ഒക്കെ ദാറ്റ് ഈസ് കംസ് അണ്ടർ ദീസ് ആപ്ലിക്കേഷൻസ്.
അതാണ് ഈ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ കാറ്റഗറീസിൽ വരുന്നത്. അത് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, സോ ദീസ് ആർ ദി topics that comes under acid, base and salt. Acid, base and salt എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നത് ഇതൊക്കെയാണ്. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവണം മക്കൾ. ഓക്കെ ആണല്ലോ. അടുത്തത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ്? ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് പ്രോസസ് ഇൻവോൾവിങ് ഫിസിക്കൽ ചേഞ്ചസ്. ഫിസിക്കൽ ചേഞ്ചസിൽ ഉണ്ടാവുന്ന പ്രോസസ്, മെൽറ്റിംഗ് ഓഫ് വാക്സ് അല്ലേ, അല്ലെങ്കിൽ എന്താ മെൽറ്റിംഗ് ഓഫ് ഐസ്, വേപ്പറൈസേഷൻ, ഇതൊക്കെ എന്തിൽ വരുന്നത്? ഓൾ ദീസ് കംസ് അണ്ടർ പ്രോസസ് ഓഫ് ഫിസിക്കൽ ചേഞ്ച്. അതായത് ഫിസിക്കലി ഉണ്ടാവുന്ന ചേഞ്ചസ്, ബോയിലിംഗ്, മെൽറ്റിംഗ്, ഇവാപ്പറേഷൻസ്, ഓൾ ദീസ് കൺസെപ്റ്റ്. ദെൻ പ്രോസസ് ഇൻവോൾവിങ് കെമിക്കൽ ചേഞ്ചസ്. കെമിക്കൽ ചേഞ്ചസിൽ ഉണ്ടാവുന്ന പ്രോസസ് ഏതൊക്കെയാണ് അല്ലേ? കെമിക്കൽ ചേഞ്ചസിൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്? ദെൻ ചേഞ്ചസ് ദാറ്റ് ഇൻവോൾവ് ബോത്ത് ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച് അല്ലേ? ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും ഒരുപോലെ നടക്കുന്ന പ്രോസസ്സുകൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബേണിംഗ് ക്യാൻഡിൽ അല്ലേ? ഒരു ക്യാൻഡിൽ ബേൺ ചെയ്യാമെന്ന് വിചാരിച്ചു, അവിടെ എന്തൊക്കെ നടക്കും? ഒന്ന് വാക്സ് മെൽറ്റ് ചെയ്യും. വാക്സ് മെൽറ്റ് ചെയ്യുന്നത് എന്താ? ഇറ്റ് ഈസ് എ ഫിസിക്കൽ ചേഞ്ച്. അതല്ലാതെ തന്നെ അവിടെ ഒരു പ്രോസസ്സ് നടക്കുമല്ലോ. ബേൺ ചെയ്യുമ്പം അവിടെ പുകയൊക്കെ വരത്തില്ലേ? ദാറ്റ് ഈസ് സ്മോക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. ദാറ്റ് മീൻസ് അവിടെ ഹൈഡ്രോ കാർബൺസും ബേൺ ചെയ്യുന്നുണ്ട് അല്ലേ? അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ തിരിയൊക്കെ ബേൺ ചെയ്യില്ലേ? അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ. സോ ഇറ്റ് ഈസ് എ കെമിക്കൽ ചേഞ്ച്. സോ ബേണിംഗ് ഓഫ് ക്യാൻഡിൽ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. അതിൻ്റെ കുറച്ച് ചേഞ്ചസും അതിൻ്റെ കാറ്റഗറൈസേഷനും പഠിച്ചിട്ടുണ്ടാവണം. റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ ചേഞ്ച്. റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതും റിവേഴ്സ് ചെയ്യാൻ പറ്റാത്തതുമായ ചേഞ്ചസ്. ദെൻ നാച്ചുറൽ ചേഞ്ചസ്, the changes that occur in nature itself. All these all comes under physical and chemical changes. And also their examples. Example is important. Examples പഠിച്ചിട്ടുണ്ടാവണം. That's very important. Next is water. Fourth chapter is what? Water. Look, what are the topics comes under this water? Importance of water. What are the importance of water? Second, water distribution. How the water is distributed. Okay, what is the percentage of is distributed in the nature? Okay. Next is the water cycle. What about the water cycle? What do you know about this water cycle? Water cycle is nothing but the rain. Okay, the formation of rain is occurred due to this water cycle. Okay, that is the water from the sea level vaporize ചെയ്തിട്ട് മുകളിൽ പോകും, എന്നിട്ട് അത് കൂൾ ചെയ്തിട്ട് ക്ലൗഡ്സ് ഫോം ചെയ്യും. ആ ക്ലൗഡ്സ് കണ്ടൻസ് ചെയ്തിട്ട് റെയിൻ ആയിട്ട് താഴോട്ട് വരും. Then again vaporize ചെയ്യും, like that. That is a water cycle. Okay, you have to study about that water cycle. Then source of fresh water. What are the source of the fresh water? Fresh water sources. Then water conservation. Okay, water conservation is also important. Okay, so these are the topics comes under water. Importance of water, water distribution, water cycle, source of fresh water, water conservation. Okay, these are the topics comes under water. Fifth one is fiber to fabric. That is fiber ne fabric akuna processes. That is natural and synthetic fibers. Here we are studying this natural and synthetic fibers. Examples of natural fibers. What are the examples of these natural fibers? Cotton. Okay, cotton is an example of the natural fiber. Silk. All these are example of natural fiber. Synthetic fibers, nylon, rayon. All these are comes under synthetic fibers. We have to study the examples, categorization, properties. All these are studied in this topic, that is natural and synthetic fibers. Then uses of fibers. What are the uses of fibers? There are different uses, isn't it? One textile factory use. Example is this textile factory. The next topic is animals and plant fabrics. Okay, animals and plant fabrics, that is also an example. Example of this animal fabrics are silk. Okay, that get from the silkworms, and wool. Okay, that get from the sheep. Wool and silk are the examples of what? Animal fabrics, and there are also plant fabrics. What are the example of plant fabrics? Cotton is an example of plant fabrics. Okay, so these are the topic comes under fiber to fabrics. Natural and synthetic fibers, its properties is important.
and also its example is also important. Okay, example is also very, very important. Then uses of fabrics, then animals and plant fabrics. We already tell the examples of this. So you have to study the properties of that fabrics and also the examples. Okay, this is important here. Okay, so again once more we deals with the chapters. These are the 5 chapters we have to follow. That is elements and compounds, acids, base and salts, physical and chemical changes, water, fiber to fabric. Okay, fiber to fabric. Okay, so when you study all these chapters, ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ BSOക്ക് കെമിസ്ട്രിക്ക് 100/100 നിങ്ങൾക്ക് മേടിക്കാം. ഓക്കെ ആണല്ലോ. ആൻഡ് ചാപ്റ്റർ മാത്രം കവർ ചെയ്താൽ പോരാ, സാമ്പിൾ ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവും. യു ഹാവ് ടു റിവൈസ് ദ റിവൈസും ചെയ്തോണം ആൻഡ് ഓൾസോ കണ്ടക്ട് ദ മോക്ക് ടെക്സ്റ്റും, അതായത് BSO നടത്തുന്ന മോക്ക് ടെക്സ്റ്റ്സ് ഒക്കെ നടത്തും, അതും അതുപോലെ തന്നെ എന്തും സാമ്പിൾ ക്വസ്റ്റ്യൻസും നിങ്ങൾ ഫോളോ ചെയ്തോണം. സോ വി വിൽ സീ സം സാമ്പിൾ ക്വസ്റ്റ്യൻസ്. കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ലുക്ക് അറ്റ് ദ ഫസ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നാച്ചുറൽ ഇൻഡിക്കേറ്റർ? തന്നിരിക്കുന്നതിൽ നാച്ചുറൽ ഇൻഡിക്കേറ്റർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ആർ ദ ഫോളോവേഴ്സ് ആർ ദി നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ്? ജസ്റ്റ് ലുക്ക് അറ്റ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഫിനോഫ്തലിൻ, ലിക്മസ്, sodium hydroxide. Okay, hydrochloric acids, litmus, phenolphthalein, sodium hydroxide. ഏത് ഇതിനകത്ത് നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആയിട്ട് വരുന്നത്? Actually, the natural indicator is the litmus itself. Litmus is natural indicators. And what about these other options? Hydrochloric acid, phenolphthalein and sodium hydroxide, what are they? ഈ phenolphthalein എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സിന്തറ്റിക് ഇൻഡിക്കേറ്റർ ആണ് കേട്ടോ. ഇൻഡിക്കേറ്റർ ആണ്, സിന്തറ്റിക് ആണ്. വാട്ട് അബൌട്ട് ദിസ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ പേര് തന്നെ ഉണ്ടല്ലോ, ഇറ്റ്സ് ആൻ ആസിഡ്. ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡോ? അതൊരു ബേസ് ആണ് കേട്ടോ. സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് എ ബേസ്. Okay. Second one, which of the following is a natural fiber? തന്നിരിക്കുന്നതിൽ നാച്ചുറൽ ഫൈബർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോളിസ്റ്റർ, കോട്ടൺ, നൈലോൺ ആൻഡ് പ്ലാസ്റ്റിക്. പോളിസ്റ്റർ ഉണ്ട്, കോട്ടൺ ഉണ്ട്, നൈലോൺ ഉണ്ട്, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഉണ്ട്. ഇതിനകത്ത് നാച്ചുറൽ ഫൈബർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻഡിക്കേറ്റർ ആയിട്ട് ഫൈബർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഇസ് കോട്ടൺ. കോട്ടൺ ആണ് കേട്ടോ നാച്ചുറൽ ഫൈബർ. തേർഡ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ് അബൌട്ട് ആൽക്കലീസ്? ആൽക്കലീസിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓൾ ആർ ഓൾ ബേസ് ആർ ആൽക്കലീസ്. എല്ലാ ബേസും ആൽക്കലീസ് ആണ്. ആൽക്കലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ് എ ടൈപ്പ് ഓഫ് ബേസ് ആണ്. അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ളത് ഓൾ ബേസ് ആർ ആൽക്കലീസ്. ഓൾ ആൽക്കലീസ് ആർ ബേസ് ബട്ട് നോട്ട് ഓൾ ബേസ് ആർ ആൽക്കലീസ്. എല്ലാ ആൽക്കലീസും ബേസ് ആണ്, പക്ഷേ എല്ലാ ബേസും ആൽക്കലീസ് അല്ല. ആൽക്കലീസ് ഡു നോട്ട് ഡിസോൾവ് ഇൻ വാട്ടർ. ആൽക്കലീസ് ഒരിക്കലും വാട്ടറിൽ ഡിസോൾവ് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൽക്കലീസ് ആർ ഓൾവേസ് അസിഡിക്. ആൽക്കലീസ് എപ്പോഴും അസിഡിക് ആണ്. എന്താ ആൽക്കലീസും ബേസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആൽക്കലീസ് ആർ വാട്ടർ സോളബിൾ ബേസ് എന്നാണ് കേട്ടോ. ആൽക്കലീസ് എന്ന് പറഞ്ഞാൽ വാട്ടറിൽ സോളബിൾ ആവുന്ന ബേസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കലീസ്. സോ ഓൾ ആൽക്കലീസ് ആർ ബേസ്. എല്ലാ ആൽക്കലീസും ബേസ് ആണ്. ദാറ്റ് വാസ് എ കറക്റ്റ് വൺ. ബട്ട് നോട്ട് ഓൾ ബേസ് ആർ ആൽക്കലീസ്. പക്ഷേ എല്ലാ ബേസും ആൽക്കലീസ് അല്ല. സോ ഓപ്ഷൻ ബി വാസ് ദി കറക്റ്റ് വൺ. ഓൾ ആൽക്കലീസ് ആർ ബേസ്, പക്ഷേ ബട്ട് ഓൾ ബേസസ് ആർ But not all bases are alkalis. All bases are alkalis. Option B was the correct one. Okay. So this much only. Some more sample questions are there. Fourth one. Which of the following is an acidic acid found in the stomach? Stomach il found in acid eda? It was acetic acid, hydrochloric acid, nitric acid and sulfuric acid. The answer is option C. Hydrochloric acid. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് സ്റ്റൊമക്കിൽ ഫൗണ്ട് ചെയ്യുന്ന ആസിഡ്. സ്റ്റൊമക്കിൽ ഫൗണ്ട് ചെയ്യുന്ന ആസിഡ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ദിസ് വൺ, ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് വാസ് ദി ആസിഡ് ഫൗണ്ട് ഇൻ ദ സ്റ്റൊമക്ക് വിച്ച് ഹെൽപ്പ് ഫോർ അവർ ഡൈജഷൻ. അതിൻ്റെ എമൗണ്ട് കൂടി പോകുമ്പോഴാണ് നമുക്ക് അസിഡിറ്റി വരുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 5. ദ പിക്ചർ ബിലോ ഷോസ്, ഈ പിക്ചർ ആട്ടോ കാണിക്കുന്നത് കണ്ടോ. ബിലോ ഷോസ് ദ റിമെയിൻസ് ഓഫ് വുഡ് ആഫ്റ്റർ ബേണിംഗ്
വിച്ച് ഓഫ് ദി ഫോളോയിങ് ടേം ഈസ് നോട്ട് സ്യൂട്ടബിൾ. ക്വസ്റ്റ്യൻ നന്നായിട്ട് റീഡ് ചെയ്യണം. നോട്ട് സ്യൂട്ടബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് സ്യൂട്ടബിൾ ടു ഡിസ്ക്രൈബ് വാട്ട് ഹാപ്പൻ ഇൻ ദ വുഡ്സ്. ഈ പിക്ചർ കണ്ടോ, വുഡ്സ് കത്തിയിട്ട് ആ കരിയെ കാണുന്നത് കേട്ടോ. അതിനകത്ത് തന്നിരിക്കുന്നതിൽ ഏതാണ് പെടാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെടാത്തത് കേട്ടോ. നോട്ട് സ്യൂട്ടബിൾ, കമ്പസ്റ്റൻ, കെമിക്കൽ ചേഞ്ച് ഓഫ് ഫിസിക്കൽ സ്റ്റേറ്റ്, റിലീസ് ഓഫ് ഹീറ്റ് ഇൻ ടു ദ സറൗണ്ടിങ്സ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു തടി അല്ലേ, തടി കത്തിക്കുമ്പോൾ കത്തിക്കുന്നതിന് വിളിക്കുന്ന റിയാക്ഷൻ വിളിക്കുന്ന പേരാണ് കമ്പസ്റ്റൻ, ബേണിംഗ് ഇൻ പ്രസൻസ് ഓഫ് എയർ. അന്നേരം കെമിക്കൽ ചേഞ്ച് അല്ലേ വന്നേ, വുഡ് എന്തായിട്ട് മാറി, ചാർക്കോളായിട്ട് മാറിയില്ലേ. ചേഞ്ച് ഓഫ് ഫിസിക്കൽ സ്റ്റേറ്റ് ആണോ ചേഞ്ച് ചെയ്തത്, വുഡ് ചാർക്കോളായിട്ട് മാറി. രണ്ടിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് എന്ത് തന്നെയാ, ഇറ്റ് വാസ് സോളിഡ് ഇറ്റ് സെൽഫ്, ഇസ്ന്റ് ഇറ്റ്. റിലീസ് ഹീറ്റ് ഇൻ ടു സറൗണ്ടിങ്സിലേക്ക് ഹീറ്റ് റിലീസ് ചെയ്തു. ദാറ്റ് വാസ് ഓൾസോ കറക്റ്റ്. സോ ഇവിടെ കറക്റ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്, സ്യൂട്ടബിൾ അല്ലാത്തത്. ദാറ്റ് വാസ് ഓപ്ഷൻ, അതേതാ, അത് ഓപ്ഷൻ ബി. അയ്യോ ബി അല്ലല്ലോ ഇവിടെ മക്കളെ, ബി അല്ല, ഓപ്ഷൻ സി, ചേഞ്ച് ഓഫ് ഫിസിക്കൽ സ്റ്റേറ്റാണ് ചേഞ്ച് ചെയ്യാത്തത്. അവിടെ കെമിക്കൽ ചേഞ്ച് അല്ലേ നടന്നത്, വേറൊരു പുതിയ സബ്സ്റ്റൻസ് അല്ലേ ഫോം ചെയ്തത്. സോ കെമിക്കൽ ചേഞ്ച് തന്നെയാണ് നടന്നത്. നടക്കാത്തത് എന്നതാണ്, ഓപ്ഷൻ സി. ഫിസിക്കൽ സ്റ്റേറ്റ് അവിടെ ചേഞ്ച് ചെയ്തിട്ടില്ല. ഓപ്ഷൻ സി വാസ് ദി നോട്ട് സ്യൂട്ടബിൾ വൺ. ഓക്കെ, സോ ദിസ് മച്ച് ഓൺലി. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ തന്നെ ചെയ്തോളണം, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തോളണം. ആൻഡ് ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല മാർക്കോട് കൂടി യു ക്യാൻ ഗെറ്റ് 100 out of 100 in chemistry. Okay, thank you and all the best for the future.